ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ ഇതിനാവശ്യത്തിന് ഇച്ചിരി മസാല കൂട്ട് പാക്കറ്റാണ് ഇതൊരു 30 രൂപയുടെ പാക്കറ്റാണെന്ന് തോന്നുന്നത്. ഇത് ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് ഇത് മൊത്തം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട, ഒന്ന് വറുക്കുക. ഒരു 2-3 മിനിറ്റോളം വറുക്കുമ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ. ആ സമയത്ത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിക്കുവാണേ. പൊടിക്കുന്നത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കല്ല്, അത്യാവശ്യം ഇച്ചിരി തരിതരിയായിട്ട് കാണുന്ന രീതിയിൽ അങ്ങ് പൊടിച്ചാൽ മതി. അതാണ് നമുക്ക് വളരെ ടേസ്റ്റ്. ഗരം മസാലയെക്കാട്ടിലും ഇതാണ് എനിക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരു ബേസൺ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു മുട്ട, പിന്നെ ഒരു മുട്ടയോ 2 മുട്ടയോ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഞാൻ 1 മതിയെന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യത്തിന് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഗരം മസാല പൗഡറാണ്. റവയുടെ ഒരു സ്റ്റേജിലാണ് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നത്. അതും പിന്നെ ആവശ്യത്തിന് നല്ല എരിവുള്ള മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ചിക്കനെയും ഇട്ട് ഒന്ന് നല്ലവണ്ണം പുരട്ടി ഒരു 15 മിനിറ്റ് അങ്ങ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുവാണേ. പിന്നെ ഒരു പാത്രത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുക. ഈ ഫ്രൈ ആക്കി ചിക്കൻ കറി വെക്കുമ്പം നമ്മൾ അടുത്ത ദിവസം ചിക്കൻ കറി കൂട്ടണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കേട് കൂടാതെ ഇരിക്കുവേ. അല്ലാത്ത സമയം നമ്മൾ ഡയറക്റ്റായിട്ട് ചിക്കൻ അങ്ങ് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ ഒരു പത പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ അത് ഒരു കേടായതുപോലെ അങ്ങ് തോന്നും. പക്ഷേ ഇങ്ങനെ വറുത്ത് കോരി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് കോരി മാറ്റിയ അതേ പാത്രത്തിൽ എണ്ണ കാണുമല്ലോ, അത് മതി നമുക്ക് എണ്ണ. അതിനകത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ കരിവേപ്പില, പിന്നെ സവോള, തക്കാളി നമ്മൾ നേരത്തെ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി, പിന്നെ ചിക്കൻ മസാലയും ഉപ്പും ആവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ ചിക്കനകത്ത് ഉപ്പിട്ട് വറുത്ത് കോരിയത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വേണമെന്നനുസരിച്ച് അങ്ങ് ഉപ്പിട്ടാൽ മതി. എരിവ് വേണമെങ്കിലും അങ്ങ് ചേർക്കാം. കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, എന്നെങ്കിലും ഞാൻ ആദ്യം മസാല വറുക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടായിരുന്നു, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന ചിക്കനെയും ഇട്ടിട്ട് ആവശ്യത്തിന് ശകലം വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ സവാളയൊക്കെ ഇട്ടത് കൊണ്ട് പെട്ടെന്ന് വെള്ളം കുറച്ചുകൂടെ കിട്ടും. അതുകൊണ്ട് വെള്ളം അധികം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ അടപ്പിട്ട് നല്ലപോലെ അടച്ച് ഞാൻ ഒരു ഗ്രേവിയുടെ ഒരു സ്റ്റേജിലാണ് അത് എടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് നല്ലപോലെ ഫ്രൈ ആക്കി ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. നമുക്ക് നേരത്തെ ചിക്കൻ വെന്തത് കൊണ്ട് അധികം വേകേണ്ട ആവശ്യമുള്ള ഒന്ന് ഗ്രേവി ആയിട്ട് കിട്ടിയാൽ മതി. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക.